ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയംഫിൻ്റെ ഒരു മെയിൻ്റനൻസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് റേഡിയേറ്റർ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ കൂളൻ്റെ ഇടയ്ക്കിടയ്ക്ക് തീർന്നു പോകും. അതെങ്ങനെ ടോപ്പപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു ദ വീഡിയോ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂളൻ്റ് ലെവലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഈ വണ്ടിയുടെ കൂളൻ്റ് വരുന്നത് ഇത് ഇവിടെ ആയിട്ടാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിലൊരു മിനിമം ലെവലും ഉണ്ട്, ഒരു മാക്സിമം ലെവലും ഉണ്ട്. അപ്പോൾ ഈ മാക്സിമം ലെവലിനും മിനിമം ലെവലിനും ഇടയ്ക്കായിരിക്കണം വണ്ടി കൂള് ആയിരിക്കുമ്പോഴുള്ള കണ്ടീഷൻ. ഞാനൊരു ലോങ് റൈഡ് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഫില്ല് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ വണ്ടി ഓൾമോസ്റ്റ് സെൻറ്ററിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇവിടുത്തെ ചരിവുണ്ട്, വണ്ടി ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് എന്നുള്ള രീതിക്ക് വെച്ചേക്കും. കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആവാനുണ്ട്. കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് വേണം ഈ കൂളൻ്റ് ഫില്ല് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആക്കി വെച്ചേക്കുവാണ്, പക്ഷേ അപ്പോഴും ഇത് മിനിമം ലെവലിന് അടുത്തായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് കൂളൻ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കൂളൻ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോട്ടൂളിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ കൂളൻ്റാണ് കേട്ടോ. ഇത് ഓൾറെഡി ഒരു പ്രീമിക്സ് കൂളൻ്റാണ്. ഇത് ആൻറ്റി ഫ്രീസാണ്. നേരെ ഒഴിച്ചാൽ മാത്രം മതി, പ്രത്യേകിച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ വേറെ കൂളൻ്റാണ് മേടിക്കുന്നതെങ്കിൽ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. അത് കൂളൻറ്റും ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കാസ്ട്രോളിൻ്റെയൊക്കെ കൂളൻ്റാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂളൻ്റാണ് മേടിക്കുന്നതെങ്കിൽ ആ കൂളൻറ്റും ഡിസ്റ്റിൽഡ് വാട്ടറും ഒരു പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്യണം. ചിലതിന് 1:2 ആയിരിക്കും, ചിലതിന് 1:3 ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ നമ്മുടെ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദാറ്റ് ലിക്വിഡ്. അപ്പോൾ ഫ്രീസിങ് പോയിൻ്റ് അനുസരിച്ച് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യണം. സാധാ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ റേഡിയേറ്ററിൽ മൊത്തം തുരുമ്പ് വരാനും ഈ റേഡിയേറ്റർ നശിഞ്ഞു പോകാനും എഞ്ചിൻ കംപ്ലൈൻറ്റ് ആകാനും സാധ്യതയുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യണം. സാധാരണ പച്ചവെള്ളം അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഡിയേറ്റർ തുരുമ്പടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല എഞ്ചിനും കംപ്ലൈൻ്റ് ആയിപ്പോവും, പിന്നെ അത് റേഡിയേറ്റർ ചോക്കായി പോവും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതുപോലത്തെ കമ്പനി തന്നെ പ്രീമിക്സ് ആയിട്ട് വന്നേക്കുന്ന ആൻറ്റി ഫ്രീസ് കൂളൻ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കൂളൻ്റ് യൂസ് ചെയ്യാൻ. ഇത് അധികമൊന്നും വേണ്ടി വരില്ല. ഒരു തവണ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 100 ml ഒക്കെ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യുന്ന ടാങ്കിൻ്റെ ബോട്ടിൽ. ഇത് ഇത്തിരി ബെല്ലെടുത്ത് നമ്മളിത് അഴിക്കുക. ഇത് അഴിച്ച് കഴിയുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ചോപ്പുണ്ട് കേട്ടോ. ഇത് എക്സ്പാൻഡബിൾ ആണ്. ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് നേരെ നോസിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഇൻഡിവിജ്വൽ ഒഴിക്കുക, എടുക്കുക. ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാൻ നമുക്കൊരു 100 ml കൂളൻ്റ് വരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഈ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യുക, ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പ്രീമിക്സ് കൂളൻ്റ് മേടിക്കുക, ടോപ്പപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.